ഇതാണ് ഈ റോയ്സ്. അപ്പന്റെ പ്രേതമല്ല. ആരാണ് അവിടെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്? നിന്റെ അപ്പൻ പോടാവൂല്ലേ? താനാണോ വർക്കിച്ചായ? താനും തന്റെ എന്റെ മറ്റേ പ്രസിഡന്റും കൂടി ഞാൻ നടന്നു പോകുന്ന തോടിന്റെ വഴിയടച്ച് കെട്ടിയില്ലടാ. വെള്ളടിച്ച് പാമ്പായിട്ട് വന്നേക്കല്ലടാ. അതാടാ ഞാൻ പാമ്പാടാ, തവളയാ, തന്നെ വീഴും. നിന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവൂല. ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. ഞാൻ ഇവിടെ വെയിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യടാ. ഇവിടെ വെയിറ്റ് ഇവിടെ തന്നെ വെള്ളം ഗ്ലാസ് കൊടുക്കണേ. എന്റെ ചേച്ചി, ഞാൻ ഇന്നവരെ മദ്യവെച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇയാൾ എന്നെ കുടിപ്പിച്ചു. ഇനി ഞാൻ സ്ഥിരം കുടിക്കും. ഇവിടെ മതിയെ തെറി പറയും. ഓക്കെ എന്നോക്കെ നിങ്ങള് മനസ്സിലാക്കിക്കോ. അവള് വിളിച്ചോണ്ട് ഞാനിപ്പോ പോടും കേട്ടാ. അടിക്കാതെ വേണോ? എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരാളെ തട്ടി. സൂസു, ഞാൻ ആ വേലയും പൊളിച്ചിട്ട് വരും. തടയാൻ വന്ന പ്രസിഡന്റിനെ തട്ടും. വിളിക്കണല്ല വിളിക്കാൻ. അല്ല, ഇത് ഈ പ്രസിഡന്റ് നിർത്തറ. ഒരു പ്രസിഡന്റ് ഇതെന്റെ വഴിയാ. ഈ വഴിക്കെങ്ങാനും പ്രസിഡന്റ് വന്ന അയാള് തലമണ്ട അടിച്ചാ പൊളിക്കും. പേട്ട തലേന്റെ വാ പൊളിച്ചത് കാരണം വേലി പൊളിക്കടാ. നിനക്കൊക്കെ എന്താ മനസ്സിലാവാത്ത? എടാ വേലി പൊളിക്ക. ഞാൻ കാണിച്ചു. ഇയാൾ എന്തായി കാണിക്കുന്നേ? പൊളിക്കും ഞാനിന്നല്ല. ആരടാ രണ്ട് ടോർച്ചായിട്ട് വരുന്നത്? സത്യനാഥൻ ആരോട് രാവിലെ സത്യനാഥൻ അന്വേഷിച്ചേ? സത്യനാഥൻ ഞാനാന്ന് തോന്നുന്നു സാറേ. എന്തേ? ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ എസ് സാർ പറഞ്ഞു. ഇന്നലെ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ല, നിന്റെ വർക്സിന്റെ പ്രസിഡന്റിനെ തടയെടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു. എത്ര മണിക്കാ? ഉടനെ വരണം. ഈ പ്രസിഡന്റിനോട് ഇത്ര വൈരാഗ്യം വരാനുള്ള കാര്യം എന്താ? സത്യം പറയണോ സാറേ? അതല്ലേ നല്ലത്. ഓക്കെ, ഈ പ്രസിഡന്റ് വെറും കള്ളനാണ് സാറേ. ഈ നാട് കട്ടുമുടിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ഈ പ്രസിഡന്റിനെതിരെ ഒരു ഹൈ ലെവൽ അന്വേഷണത്തിന് വല്ല സ്കോപ്പ് ഉണ്ടോ സാറേ? He's saying the president is a thief. The president is looting the entire country. And there should be an inquiry set up against the president. And Nigrishta Jeevi, the president is a dirty animal. അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു പറഞ്ഞു ഇന്നലെ രാത്രി. പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു പോവും സാറേ. ഇയാൾ എന്താണ് ഈ നാട്ടിൽ കാണിക്കണത്? ഇങ്ങനെയാണ് ഒരു പ്രസിഡന്റ്? എന്നെ പോലെ രാജ്യസ്നേഹവും പൗരബോധമുള്ള ഒരാൾ അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് തെറ്റാണോ സാറേ? പറ സാറേ, നമ്മൾ പ്രതികരിക്കട്ടെ സാറേ. പ്രസിഡന്റ് ആണത്രേ, പ്രസിഡന്റ്. അധികാരികളെ ഭയപ്പെടുന്ന ഒരു യുവതലമുറ അല്ല സാറേ. അയ്യോ, ഹലോ ഗായ്സ്, കേരളത്തിലേക്ക് ഒരാൾ വരികയാണ്. ദ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്തിനാണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹം വരുന്നത് ഒരു വൈദ്യരെ കാണാനാണ്. പേര് പറയാതെ വൈദ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒറ്റ മുഖമാണ് ഗായ്സ്. സോ എന്തിനായിരിക്കും ഗായ്സ് പ്രസിഡന്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന്റെ പത്നിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിരിക്കുകയാണ്. അതിന് വൈദ്യരെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൊച്ചു കേരളത്തിലേക്ക് വരുന്നത്. പ്രസിഡന്റ് വരുന്നത് വൈദ്യരെ കാണാനാണല്ലേ? അതെ, പക്ഷെ അത് അന്വേഷിച്ചില്ല. അപ്പൊ 50 വർഷത്തിന് വരുന്നില്ല.
ഈ പ്രസിഡന്റിന്റെ വരവും 50-ാം വാർഷികം തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രസിഡന്റ് എന്ന് വരുന്നു അന്നായിരിക്കും 50-ാം വാർഷികം. മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടെ സ്റ്റീഫൻ വ്ലോഗ്സിന് നിങ്ങളോട് പറയാനുണ്ട്. കാരണം പ്രസിഡന്റ് ഈ കൊച്ചു നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാൾ അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സെക്യൂരിറ്റി ഫെൻസിംഗ് ചവിട്ടിപ്പൊളിച്ച ഒരാളാണ് അദ്ദേഹം. ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? ബോംബുണ്ടാക്കാൻ അറിയാം അല്ലേ? ബോംബാ? ഇല്ല സാറേ. ചന്ദ്രനും ദിനേശനും ഇവന്മാര് പെട്ട ചാക്കില് കുപ്പിച്ചില്ല. ഇതെല്ലാം താങ്കളുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ബോംബുണ്ടാക്കുന്ന സാധനങ്ങൾ. സാറേ, ഇത് ബോംബുണ്ടാക്കാൻ വാങ്ങിച്ചതല്ല. ഈ കരിമരുന്നും ആസിഡും ഈ കുപ്പിച്ചിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഈ ഫർണിച്ചറിന്റെ ഷോപ്പാണേ, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ വാങ്ങിച്ചത്. ഫർണിച്ചർ ബിസിനസ്സിന് ഇതെന്തിനാ? അത് ഈ ഫർണിച്ചറിനൊരു ആന്റിക്ക് ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഞാനതൊക്കെ ഉപയോഗിക്കാറ്. അത് തട്ടിപ്പല്ലേ? അത് സാറേ, ആന്റിക്ക് ലുക്ക് ഉണ്ടെങ്കിലേ കാശുള്ള ആൾക്കാര് നമ്മൾ പറയണ വിലയ്ക്ക് അത് വാങ്ങിക്കും. പിന്നെ കാശുള്ളതിന്റെ കൊഴുപ്പല്ലേ സാറേ പാവപ്പെട്ടവന്റെ പിഴപ്പ്. എന്റെ പൊന്ന് സാറേ, എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇന്ത്യൻ പ്രസിഡന്റ് കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹിസ്റ്ററിയാണല്ലേ പഠിച്ചത്? അതെ സാറേ. ഇത് താങ്കളുടെ ആൻസർ ഷീറ്റിന്റെ കോപ്പിയാണ്. ആൻസർ ഷീറ്റാ? ഇതെങ്ങനെ അവന്മാരുടെ കയ്യിലൊന്നും? നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിൽ ഏത് സ്ഥലത്ത് എന്ന് കൃത്യമായി എഴുതി നല്ല മാർക്കം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് പോലും അറിയാത്ത ഒരാൾ ഹിസ്റ്ററിക്ക് ഇത്രയധികം മാർക്ക് എങ്ങനെയാ വാങ്ങിയത്? മുഴുവൻ കോപ്പി അടിച്ച് എഴുതിയതാണോ? അതെ സാർ. ഞാൻ ഈ തുണ്ടിലൊക്കെ എഴുതി കൊണ്ടുപോകും. എനിക്ക് ഈ സ്ഥലങ്ങളുടെയും ആളുകളുടെ പേരും ഒന്നും അങ്ങോട്ട് തലയിൽ നിൽക്കില്ല. അടുത്തെന്താണാവോ? ജാതകമായിരിക്കും ഈശ്വര. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മർഡർ കേസിൽ സത്യനാഥന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അന്ന് അതിലറിയാണ്ട് വിട്ടുപോയതാ. പിന്നീട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് സാറേ ഞാൻ. താങ്കളെ അറിയാവുന്നവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം ഈ ചെറുക്കൻ ഒറ്റൊരുത്തനാ. പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളനാണെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുമാത്രമല്ല, പാർട്ടി പ്രസിഡന്റ് വെട്ടും കുത്തുമൊക്കെ നടത്തുന്ന ആളാണെന്ന് അവരുടെ ആഫീസിൽ ചെന്ന് പറഞ്ഞു. പ്രസിഡന്റ് എന്ന് കേട്ട അവന് പ്രാന്ത. കണ്ടാലൊരു നിഷ്കളങ്കനാണെന്നൊക്കെ തോന്നുമെങ്കിലും ആ ചെറുക്കനൊരു ഭീകരനാ സാറേ. എല്ലാ പ്രസിഡന്റുമാരെ അവൻ തട്ടും. പിന്നെ താങ്കൾ സൂസനമായി ഒളിച്ചോടിയ അതേ രാത്രിയാണ് താങ്കളുടെ അച്ഛൻ മരിച്ചത്. ആ മരണത്തിൽ സത്യനാഥന് പങ്കുണ്ടെന്ന് ചിലർ ആരോപിച്ചിരുന്നു. അതൊക്കെ വെറുതെ പറയണേ സാറേ. അന്നത്തെ സംഭവത്തിന് ശേഷം സൂസനയുടെ വീട്ടുകാർ പറഞ്ഞു വരുത്തിയതാ. സ്വന്തം അച്ഛനെ ആരെങ്കിലും അങ്ങനെ കൊല്ലൂന്ന് വിചാരിക്കും സാറേ. ചിലർ വിചാരിക്കും അച്ഛനെ കൊല്ലണമെന്ന് വിചാരിക്കും. ചിലപ്പോ
ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പോലും. His past is very suspicious, so I cannot take any risk. We have to put him on the list. പ്രസിഡന്റിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഭീഷണി മുഴക്കിയ ഒരാൾ പ്രസിഡന്റ് വരുന്ന സംസ്ഥാനത്തുണ്ടെങ്കിൽ അയാളെ കരുതൽ തടങ്കിൽ വെക്കണം. അതാണ് നിയമം. ഇയാൾ ആ ലിസ്റ്റ് കയറി കൂടി. കൺഗ്രാജുലേഷൻ. പേടിക്കാനൊന്നുമില്ല. ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്. സമാധാനായി. എല്ലാം മാന്യന്മാരാണ്. ഒരു നല്ല ബീഡി വലിക്കാൻ ചായ കുടിക്കാൻ കാശ് തേടി അലഞ്ഞപ്പോ എന്നുടെ മുമ്പിൽ വന്നൊരു പുന്നാരിയേ. ഒരു നല്ല ചായക്കായി പൈസ തരാണ്ട് പോകരുതേ, അകലത്തുനിന്നും വന്നൊരു പുന്നാരിയേ. ഇവനാണ്ട മുതല് ഇവൻ തന്നെ. ഇവനെവിടെങ്ങടാ? സ്ഥലം മാറ്റാ 6 നമ്പറിൽ. അത് ബാലന്റെ സെല്ലല്ലേ? ബെസ്റ്റി. നല്ല കൂട്ടായാലോ അളിയാ. എന്നാ പൊയ്ക്കോളി. ഈ ബാലൻ റിമൈൻഡ് കയ്യുന്ന കൊട്ടും കൊലപ്പുള്ളിയാണ്. ഒരു കൊലയല്ല, ഒറ്റയടിക്ക് 19 പേരെ കൊന്നവരാണ് അവൻ. പെർഫെക്റ്റ്. ഓക്കെ, ഒരു 1.5 സാധനം. മച്ചാൻ പോ. മച്ചാൻ പോ മച്ചാനെ. ചെല്ലി. നല്ല കാര്യത്തിലല്ലേ? ബാലനിനെ പച്ചക്ക് തിന്നും. സത്യ ചെരുപ്പൂരിട്ട് ഐശ്വര്യത്തെ കഥ കഴിഞ്ഞു മോനെ. എന്താണ് ഇവിടെ വെക്കണത്? അകത്തേറുന്നില്ലേ? സാറേ, എൻ്റെ കൂടെ ഒന്ന് അകത്തേക്ക് വരുമോ? പിന്നെ നിന്റെ കല്യാണമാണല്ലോ, കേറിപ്പോടാത്ത്. കേറിപ്പോവാൻ. നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 പ്രകാരം ഡീറ്റെയിൻ പേഴ്സണ് ബെയിൽ കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. ഇനി ബെയിൽ കിട്ടിയെന്നിരിക്കട്ടെ, എന്നാലും കാര്യമൊന്നുമില്ല. NSA ആക്ട് വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എനിക്ക് ആളൊന്ന് കാണാനെങ്കിലും പറ്റൂ? കാണാനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം, പക്ഷെ പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൾ കൊടുക്കാൻ വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ശരി.
നമ്മൾ ചെല്ലുമ്പോഴേക്കും തീരുമാവോ? തീർന്നെങ്ങാനും പോയാൽ നിന്നെ കൊന്നോളയും വന്നി. ആ വിനീഷ്, ഈ ചോറിനും ചായക്കും മാത്രമേ പുറത്തു വരൂ. എവിടെയാ നീ പോകുന്നത്? നമ്മൾ ചോറും അങ്ങനെയല്ലേ നിക്കണത്, സാൻഡ്വിച്ച് ഉണ്ടാക്കാനല്ലല്ലോ. നന്നായിട്ടിട്ടുള്ളൂ. പുതിയ ആളാണല്ലേ? അതെ. പിന്നെ പോയി നിൽക്ക്. എന്റെ പൊന്നേട്ടത് 3ാമത്തെ റൗണ്ടാണ്. 2 പ്രാവശ്യം എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തണത്. സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കണം. പോടാ പോടാ, വാങ്ങിച്ചിട്ട് പോടാ. നീ ഇപ്പൊ വാങ്ങിക്കുവേ. അപ്പോ ഞാൻ ഫ്രണ്ടിന്ന് പറഞ്ഞല്ലേട്ടാ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറല്ലാത്ത ആൾക്കാർ. താൻ എന്തേ കാണിക്കുന്നത്? അടുത്തത്. ആഹാ, നിങ്ങൾ ആരും കാണുന്നില്ലേ? ഒരാൾ ക്യൂ നിൽക്കാതെ ചോറ് വാങ്ങാൻ പോകുന്നത് ബാലനാണ്. പറഞ്ഞു കൊടുത്തല്ലേ കൊല്ലിക്കാനായിട്ട്. ബാലേട്ടൻ ഇന്നലെ ചോറ് കുറച്ച് വേവ് കുറവുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ചോറ് വേണ്ട പോലും വേവിച്ചിനി. കുറച്ചും കൂടി സാമ്പാർ കൊടുക്കടാ. സാമ്പാർ കടല കരിങ്കാലി വെള്ളം ഒന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. എന്തിനു വേണ്ടാത്ത പണിക്ക് പോയിനി? കേട്ടോ പാലേട്ടാ, അല്ല മനസ്സിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു ഈ ഒരു കൊലപാതകി എന്നൊക്കെ പറഞ്ഞാല് ആളുകൾ അത് ഇതൊക്കെ പറയെങ്കിലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. ആന്ന് നല്ല ധൈര്യമുള്ള ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മളൊരാളെ കൊല്ലണമെങ്കിൽ അത് ചാവേണ്ട ആൾ തന്നെ ആയിരിക്കുള്ളൂ. ഇതിപ്പോ ഒറ്റയടിക്ക് 50 പേരെന്നൊക്കെ പറഞ്ഞ് എന്റെ ബാലേട്ടാ നിങ്ങൾ എന്തൊരു കഷ്ടായി പോയി. വേണ്ടായിരുന്നു. ഇനി എപ്പോഴാണാവോ അടുത്ത ഭക്ഷണം? ഇനി കൊറേ കഴിയണം. അല്ല ശരിക്കും പറഞ്ഞാണോ ഒരു പിടി കഴിച്ചില്ല? അതെ, ബാലനോട് വല്ലാണ്ട് അടുക്കുന്ന സൂക്ഷിച്ചു വേണം. പിന്നെ അടുത്തു നിൽക്കുന്നവരെല്ലാം കൊന്നിട്ടേലും അവൻ സ്വന്തം ഭാര്യ വരെ കൊന്നവരുടെ കൂട്ടത്തുണ്ട്. അറിയോ എനിക്ക്? ആ മോനെ, ഓ ആ ബാലന്റെ സെല്ലേ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിണ്ടെങ്കിൽ സൂപ്പറിനോട് പോയി പറഞ്ഞാൽ മതി. ആൾ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കെടുക്കാം. അല്ലടാ? അത് പറഞ്ഞോളൂ. ഇപ്പോഴൊരു സമാധാനമായത്. ഞാൻ എന്തായാലും സൂപ്രണ്ട് ഒന്ന് കാണട്ടെ. ശരി. ഇത്രയും നല്ല ആളുകൾ എന്തിനാണോ ജയിലിലിട്ടേക്കണത്? സാറേ, ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ട റൂംമേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള സൗകര്യം തൽക്കാലം ഇല്ല. സംഭവിക്കാൻ ഞാൻ നോക്കട്ടെ. സാറേ, വേറെന്താ? പ്രസിഡന്റ് വന്നോ? നിന്റെ ആൾക്കാർ എത്ര പേര് പുറത്തുണ്ട്? എത്ര പേരുണ്ട് പുറത്ത്? എന്റെ കൂടെ ആരുമില്ല സാറേ, വൈഫ് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് വരുമ്പോ എന്ത് ചെയ്യാനാടാ നീ അവളോട് പറഞ്ഞിരിക്കുന്നത്? ഇല്ല സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറേ, അദ്ദേഹം ഒന്ന് പോയാലല്ലേ എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നേരത്തെ നിന്നോട് എന്താണ് പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? എന്താ സാറേ? പൊക്കളൻ. ഓ എങ്ങോട്ടാ? എവിടെ നോക്കിയാലും പോലീസുകാരാണല്ലോ. ഏത് നേരത്താണ് ഓരോന്ന് ചോദിക്കാൻ തോന്നണത്? ഞാൻ സാറിനോട് ഇതിനകത്ത് ആള് വേണമെന്ന് പറഞ്ഞപ്പോ 1-2 പേരെ പ്രതീക്ഷിച്ചുള്ളൂ. എന്നിട്ട് ഇപ്പത്തെ 5 കുട്ടികൾ വന്നിരിക്കുക. നിങ്ങൾ ഈ ഗുണ്ടകളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ. താനധികം സംസാരിക്കണ്ട, അത് എനിക്ക് അപകടം ചെയ്യും. ശരിയാണ്, വളരെ സത്യമാണ്. എന്റെ നാവ് പിഴ കുഴപ്പമാണെന്നേ. അവിടെ കണ്ടടച്ചിരുന്നോ? എനിക്ക് ഉറക്കം വരണൊന്നുമില്ല. നമുക്ക് മീറ്റിംഗ് പറഞ്ഞിരിക്കാന്ന്. കിടക്കടവിടെ